ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളത്തെ ഞടുക്കിയ ഒരു ദുരന്തമാണ് ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ച സംഭവമാണ് ഇത്. ഏറ്റവും അവസാനമായി പുറ്റിങ്ങൽ അപകടത്തെ പറ്റിയാണ് ഞാൻ ഓർത്തത്. 101 പേരാണ് അന്ന് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചത്. അന്ന് ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഞങ്ങൾ അന്ന് വളരെ കർശനമായി പിന്നീട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ പിന്നീട് തൃശൂർ പൂരത്തിനും പാവർട്ടിയിലെ പള്ളിയിലെ പെരുന്നാളിനുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇളവുകൾ പിന്നീട് വരുത്തുകയുണ്ടായി. അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായി പാലിക്കാതെ വെടിക്കെട്ടിനുള്ള സൗകര്യങ്ങൾ ഒരുക്കരുതെന്ന്. പക്ഷേ കാലാന്തരത്തിൽ പിന്നീട് അതെല്ലാം മാറി. ഇപ്പം ഇത്രയും വലിയൊരു വെടിക്കെട്ട് നുള്ള സാമഗ്രികൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഒരു ഫയർ എഞ്ചിൻ പോലും ഇല്ലായിരുന്നു. അപ്പോൾ ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മുടെ നാട്ടിൽ ഉത്സവം നടക്കുന്നുണ്ട്, പെരുന്നാൾ നടക്കുന്നുണ്ട്, കരിമരുന്ന് പ്രയോഗം ഉണ്ടാകും, വെടിക്കെട്ടുണ്ടാകും. പക്ഷെ ആ സന്ദർഭങ്ങളിൽ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കണം, സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. ഇത് ചെയ്യുന്നുകൊണ്ടിരിക്കുന്ന ആളുകളും സ്വയം സുരക്ഷിതരാണെന്നുള്ള ബോധ്യത്തോടെ പ്രവർത്തിക്കണം. ഇത്തരം വിഷയങ്ങളെപ്പറ്റിയെല്ലാം ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. മേലിൽ ഇനിയും ഇത്തരം ഒരു അപകടം കേരളത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നാണ് പറയുന്നത്. അതുതന്നെ കേന്ദ്ര ഗവൺമെന്റ് 2 ലക്ഷം രൂപയാണ് പ്രഖ്യാപിച്ചത്. അത് ശരിയല്ല, അത് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. പരിക്കേറ്റവർക്ക് 50,000 രൂപയാണ് കൊടുത്തത്, അതും വർദ്ധിപ്പിക്കണം. സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായ അവരുടെ കുടുംബത്തെ താങ്ങി നിർത്തണം. ഇവിടെ വാസ്തവത്തിൽ ഈ പാവപ്പെട്ട ആളുകൾ ഈ ജോലി ചെയ്യാൻ വരുന്നത് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പോൾ അനാഥമായ കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടി ഉണ്ടാകണം. DNA ടെസ്റ്റ് എത്രയും വേഗത്തിലാക്കണം. സാധാരണഗതിയിൽ DNA ടെസ്റ്റ് താമസം ഉണ്ടാകും. അതിന് കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി വേഗതയിൽ ബോഡികൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള നടപടി കൂടി ഉണ്ടാകണം. ഈ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിക്കുന്നു. ഇത്തരമൊരു സംഭവം നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇത് ആദ്യമായിട്ടുള്ള സംഭവമല്ല. ഈ പുറ്റിങ്ങൽ അപകടത്തിന് ശേഷം വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. അപ്പോൾ അതിനൊരു ശാശ്വതമായ അതാണ് ഞാൻ പറഞ്ഞത്. പുറ്റിങ്ങൽ കമ്മീഷന്റെ റിപ്പോർട്ടുണ്ട്. പുറ്റിങ്ങൽ കമ്മീഷന്റെ റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. അതിനുശേഷം ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് തൃശൂർ പൂരം, പാവർട്ടിയിലെ പള്ളി, ഇതെല്ലാം നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീടാണ് ആ നിയന്ത്രണങ്ങൾ ഓരോ കാലത്തും അതിൻ്റെ അയവുകൾ വരുത്തുകയാണ് ഉണ്ടായത്. അത് ചെയ്യാൻ പാടില്ല. കർശനമായ നിയന്ത്രണത്തോടു കൂടി വേണം ഇത് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ ഇത് വെടിക്കെട്ട് വേണ്ട, പൂരം വേണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഭാഗമാണ്. അത് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇനിയും ആണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പുറ്റിങ്ങൽ കമ്മീഷൻ റിപ്പോർട്ട് വളരെ സമഗ്രമായ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാറ്.